നമ്മൾ ഈ ദീൻ എന്ന് പറയുന്ന അതിൻ്റെ കൃത്യമായ ഡെഫിനിഷനിലേക്ക് അതിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. എന്താണ് ദീൻ, എന്താണ്, എങ്ങനെയാണിത് പ്രയോഗിക്കുക എന്നുള്ളത്. അതായത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ റസൂലിൻ്റെ വിധികളോട് വിഘടിച്ച് നിൽക്കുക. അതായത് ഏത് വിഷയം വന്നാലും അതിൽ അള്ളാഹുവിൻ്റെ വിധി എന്താണ്, റസൂലിൻ്റെ മാതൃക എന്താണ്, അതൊന്നും അന്വേഷിക്കാതെ നമുക്ക് തോന്നിയതുപോലെ ചെയ്താൽ അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും, അതിപ്പോൾ മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെട്ടാലും, അഹ്ലി കിതാബ് എന്നറിയപ്പെട്ടാലും, മുശ്രിക്കായാലും, കാഫറാണെങ്കിലും പേരല്ല വിഷയം, എന്താണ് സംഭവം എന്നുള്ളതാണ്. അങ്ങനെ ഏത് പേരിൽ അറിയപ്പെട്ടാലും അവർ എത്തിപ്പെടുക ഷെയ്ത്താൻ്റെ മാർഗത്തിലാണ്. അതായത് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗവും പിന്നൊന്ന് ഷെയ്ത്താൻ്റെ മാർഗവും. ഈ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. അള്ളാഹുടെ മാർഗത്തിൽ നിന്ന് ആര് വിട്ടാലും, അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും അത് എത്തിപ്പെടുക ഷെയ്ത്താൻ്റെ മാർഗത്തിലാണ്. ആ ഷെയ്ത്താൻ്റെ വലയിൽ പെട്ട ഒരാളെ ആ ഷെയ്ത്താൻ പിന്നെ നയിക്കും, അതാണ് അവരോട് കൽപ്പിക്കും, അവർ കാലികളുടെ കഴുത്ത് ചെവി മുറിക്കും എന്നൊക്കെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞത്. അതായത് ഷെയ്ത്താൻ അയാളെ കൊണ്ടുപോകും, ഷെയ്ത്താൻ്റെ പിടിയിൽ അകപ്പെട്ടവരെയാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി അയാൾ അവരെ നരകത്തിലെത്തിക്കും. അത് അയാളുടെ മാർഗമാണ്. അതിനെക്കുറിച്ച് അള്ളാഹ് നമ്മളോട് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ എന്നാണ്. അതായത് എൻ്റെ അടിമകൾ ലൈസ ലക അലൈഹിം സുൽത്താനും, അവർക്കുമേൽ നിൻ്റെ ഒരു അധികാരവുമില്ല എന്നാണ്. എൻ്റെ അടിമകൾ ആരാണോ അവർക്കുമേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. നിനക്ക് അധികാരമുണ്ടാവുക നിന്നെ പിന്തുടർന്നവർക്കാണെന്നാണ്. അത് പക്ഷേ നമ്മൾ ഈ അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഈ സംഭവം നടക്കില്ല. അത് കൃത്യമായും റസൂലിനെ ഫോളോ ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ആ സംരക്ഷണം കിട്ടുക. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്തവരുടെ മേൽ നിനക്ക് അധികാരമില്ല. അധികാരമുണ്ടാകുക എവിടെയെന്ന് ചോദിച്ചാൽ അത് ഖുർആൻ പറയുന്നത് ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. അവൻ്റെ അധികാരം, പിശാചിൻ്റെ അധികാരമുണ്ട്, പിശാചിന് അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ അതെവിടെയാണ്? അവനെ പിന്തുടർന്നവർക്കാണ്. അവനെ പിന്തുടരുകയും വേണം. വല്ലദീന ഹും ബിഹി മുശ്രിക്കൂൻ. കാര്യങ്ങൾ ചെയ്യുമ്പോൾ റസൂലിൻ്റെ മാർഗം വിട്ടിട്ട് തൊള്ളേ തോന്നിയതൊക്കെ ചെയ്യുമ്പോൾ, അതായത് റസൂലിൻ്റെ മാർഗം വിട്ടിട്ട് ഏത് മാർഗം നമ്മൾ എടുത്താലും അത് പിശാചിൻ്റെ മാർഗമാണ്. അപ്പോൾ റസൂലിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി വേറെ ഏത് സംഭവത്തിലേക്ക് നമ്മൾ പോയാലും അത് പിശാചിൻ്റെ മാർഗമാണ്. അതിൽ നമ്മൾ തുടർക്കുമ്പോൾ അവൻക്ക് നമ്മളുടെ മേൽ അധികാരമുണ്ടാകുന്നു. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അബദ്ധം പറ്റുന്നതിനെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അത് ആ ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ ഇനി മറ്റേ ഭാഗം പറയാണ്. മറ്റേ ഭാഗം നമ്മളോട് പറയാണ് അള്ളാഹു. അതാണ് വല്ലദീന ആമനു. ആര് അള്ളാഹുവിനെ അംഗീകരിച്ചോ. അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ള ഉണ്ട് എന്ന് അംഗീകരിക്കലോ അള്ള ഒന്നാണെന്ന് അംഗീകരിക്കലോ അത് മാത്രമല്ല. അതിൻ്റെ ഒക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം. കാരണം അള്ളാഹുവിന് വേറെ നിലക്ക് ഏത് നിലക്കും ഒരു പങ്കുകാർ പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ അത് ഉണ്ടാവാനും പാടില്ല. ഏതൊരു സംഭവത്തിനും വിശ്വാസത്തിനും അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ വെറുതെ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ബുദ്ധിപരമായി മനസ്സിലാക്കലല്ല. അപ്പം അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഏകത്വം യാഥാർത്ഥ്യവൽക്കരിക്കുക റസൂലിൻ്റെ മാതൃക പിന്തുടരുന്നതിലൂടെ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടായിരിക്കണം. തന്നെയല്ല, അള്ളാഹു ആണ് റബ്ബ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും ആ പ്രവൃത്തിയും ഉണ്ടാവണം. എന്തൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ, നമ്മളുടെ സൃഷ്ടി, നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ ദൈനംദിന ജീവിതം, ഇത് മുഴുവൻ എവിടെ നിന്നാണോ കിട്ടുന്നത് അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതാണ് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ. അള്ളാഹുവിനെ ഇലാഹായും അംഗീകരിക്കണം. ഇനി ഈ കിട്ടിയ ജീവിതം നമ്മൾ തിരിച്ച് സമർപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ആരാണ് പറഞ്ഞു തരേണ്ടത്? അതും അള്ളാഹുവാണ്. അത് പറഞ്ഞു തരാനാണ് അള്ളാഹു റസൂലുമാരെ ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫ ഇന്നമാ അലൈക്കൽ ബലാഗു വല്ലാഹു ബസീറും ബിൽ ഇബാദ്. നിശ്ചയമായും നിന്റെ ബാധ്യത റസൂലിനോട് പറയാം, ഇതിനെ എത്തിക്കലാണ്. ഈ സന്ദേശം, ഈ ഖുർആനിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറച്ചിലും പ്രവൃത്തിയിലും ഈ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കലാണ് നിന്റെ ബാധ്യത.
കാര്യങ്ങൾ അള്ളാഹു ബസീറും ബിൽ ഇബാദ്, അവൻ്റെ ഓരോ അടിമകളെയും അള്ളാഹു നോക്കുന്നുണ്ട്. കാരണം അള്ളാഹു നോക്കണ പോലെ റസൂലിന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നതെന്നും നീ പറയുന്നത് കേൾക്കണവരെന്താ ചെയ്യുന്നതെന്നൊക്കെ അള്ളാഹു വിശദമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നമ്മുടെ റസൂലിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് വ്യക്തമായും ശക്തമായും ഇത് അള്ളാഹു തന്ന ഈ സംഭവം ഈ ജനങ്ങളിലേക്ക് എത്തിക്കൽ മാത്രമാണ്. ഇല്ലൽ ബലാഗു അല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് വിഷയമല്ല. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ മറയോ വെളിപ്പെടുത്തലോ ഒക്കെ ഒന്ന് തന്നെയാണ്. അതായത് ഇങ്ങനെ പ്രവാചകന്മാരുടെ ദൗത്യം എന്താണെന്ന് ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, വിശ്വാസം മാത്രമുണ്ടായി എന്നതുകൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല. അമലുസ്സാലിഹാത്ത് വേണം. ഒരു കാര്യം അമലുസ്സാലിഹാത്ത് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ആ കാര്യം നന്നു എന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ നമ്മൾ ഗാന്ധി മാർഗമുണ്ട്, ശ്രീനാരായണ ദർശനമുണ്ട്, ഒരുപാട് സംഭവങ്ങൾ, അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ചാരിറ്റി ചെയ്യുന്നു, കുറേ പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നു. ഒരു വിശ്വാസം ഇല്ലാതെ തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും വിശ്വാസം ഉണ്ടായാൽ തന്നെയും അത് നന്മയായി അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നന്മയായി പരിഗണിക്കണമെങ്കിൽ അത് അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലായിരിക്കണം. അപ്പം നമ്മൾ ഉദുഹയ്യത്തിന് ഒരു ഉരുവിനെ അറക്കുന്നു, ആളുകൾക്ക് വിതരണം ചെയ്യുന്നു, കൊടുക്കുന്നു, ഇല്ലേ? അത് നമ്മൾ ഏതെങ്കിലും ഒരു പോത്തിനെ അറുത്തിട്ട് അങ്ങനെ ചെയ്താൽ പറ്റുമോ? ആവില്ല. അത് പോത്തറവേ ആവുള്ളൂ. അത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ച് ആ രൂപത്തിലാകുമ്പോൾ മാത്രമേ അത് അമലുസ്സാലിഹാത്തായിട്ട് അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. അത് ഏത് കർമ്മത്തിനും ബാധക. അത് നമ്മൾ പറയുന്ന ഈ ആത്മീയം ഭൗതികം അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിലിപ്പോൾ അത് അനന്തരാവകാശത്തിൻ്റെ വിഷയമാണെങ്കിലും കല്യാണം കഴിക്കുന്ന വിഷയമാണെങ്കിലും മഹർ കൊടുക്കുന്ന വിഷയമാണെങ്കിലും ഒക്കെ ഒരേ കാറ്റഗറിയാണ്. അപ്പോൾ ആത്മീയം ഭൗതികം എന്നൊന്നും പറഞ്ഞിട്ട് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും അത് റസൂലിൻ്റെ മാർഗത്തിൽ, ചിലപ്പോൾ നമുക്ക് അബദ്ധം കൊണ്ടോ അറിവില്ലാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക, ആ വിഷയത്തിനെ കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ എനിക്ക് ആ വിഷയത്തിലൊക്കെ എൻ്റെ പ്രശ്നത്തിലൊക്കെ എനിക്ക് തോന്നിയ മാതിരിയൊക്കെ ചെയ്യാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ള ധാരണ, എന്നുള്ള ആ നിലപാട് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ, അങ്ങനെ അമലുസാലിഹാത്ത് ചെയ്യുന്നവരെയാണ് അള്ളാഹു സനുദ്ഖിലുഹും, പിന്നീട് ഞാൻ അവരെ ഇതാക്കും. ഈ പിന്നീട് സാ എന്ന് പറയും ചിലപ്പോൾ ഖുർആൻ, ചിലപ്പോൾ സൗഫ എന്ന് പറയും. സാ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ പിന്നീടാണെങ്കിൽ പോലും അതിന് ഒരു ഉടനെ എന്നുള്ളൊരു സംഭവമുണ്ട്. സൗഫ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഘട്ടമുണ്ട്. ഇവിടെ സനുദ്ഖിലുഹും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. നമ്മൾക്ക് ഒരാൾക്ക് അയാൾ സാലിഹാണെങ്കിലും കാഫറാണെങ്കിലും മരണത്തോടുകൂടി അയാൾ അതിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പക്ഷേ അത് ഈ മരണം കഴിഞ്ഞാൽ അത് റൂഹിയായ ഒരു തലത്തിലാണ്. അതാണ് ഫറവോനെ അതിലാവുമ്പോൾ ഒരു വയ്യാന്നൊക്കെ കാണിക്കുന്നൊക്കെ, നരകം കാണിക്കുന്നൊക്കെ ഖുർആനുണ്ട്. അത് ഏത് മനുഷ്യനും ബാധകം. മരണത്തോടുകൂടി അയാൾ ഏതോ നിലക്ക് സ്വർഗാവകാശിയാണെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നരകാവകാശിയാണെങ്കിൽ അതും അനുഭവിക്കും. പക്ഷേ നമ്മൾ ഈ ശരീരത്തോടു കൂടിയും വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലത്തിലേക്ക് പോകുന്നത് അത് പിന്നീടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഈ ഖുർആനിൻ്റെ വാക്കുകളിൽ ആ ചിത്രങ്ങളൊക്കെ കെടുക്കുന്നുണ്ട്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നിന്ന് അരുവികൾ ഒഴുകുന്ന, ഇതൊക്കെ എങ്ങനെയെന്ന് അള്ളാഹുവിനെ അറിയോ, നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് വേറെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ താഴ്ഭാഗത്ത് നിന്ന് അരുവികൾ ഒഴുകുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശാലത കൂടി ആ മിൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് കാണാനുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഈജിപ്തിലെ ആ നൈൽ നദി ഒഴുകി വരുന്നതിനൊക്കെ കുറിച്ച് അതിൽ പറഞ്ഞിരുന്നു. അത് 6000 കിലോമീറ്ററിൻ്റെ അപ്പുറം താഴ്ന്ന ഭാഗത്ത് നിന്ന് മേലോട്ട് ഒഴുകിയിട്ടാണ് ഇത്ര ഈജിപ്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും വലിയ വൈഡായ ഒരു സംഭവത്തിൽ നിന്ന് ഈ താഴ്ഭാഗത്ത് നിന്ന് മേലോട്ട് ഇങ്ങനെ നദി ഒഴുകുക എന്നൊക്കെ പറയുന്നത്, ആ ചിത്രം കിട്ടാനായിരിക്കണം ഖുർആൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മിൻ എന്ന് പറയുന്ന ഒരു വാക്കിലൂടെയും അള്ളാഹു വലിയ കാഴ്ചകൾ നമുക്ക് ഈ ഖുർആനിലൂടെ തരുന്നു. അബദ എന്ന് പറയുമ്പോൾ ഖാലിദീന ഫീഹ എന്ന് പറയുമ്പോൾ തന്നെ ശാശ്വതം എന്നുള്ള അർത്ഥമായി. പക്ഷേ ഈ അബദം എന്ന് പറയുമ്പോൾ നമുക്ക് ശാശ്വതം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതെന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് ശാശ്വതമായിട്ടൊന്നും അങ്ങനെ നമുക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശാശ്വതമാണെന്ന് തോന്നും, ഇല്ലേ? കാരണം നമ്മുടെ ഒന്നും ജീവിതത്തിൽ അതിനൊരു ഇത് കാണുന്നില്ല. പക്ഷേ അതുപോലുമല്ല എന്നുള്ളതാണ് ഈ അബദൻ എന്ന് പറയുമ്പോൾ. ഇനി അതിനൊരു
ഒരു എൻഡ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സൂര്യന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവസാനിക്കുന്നൊക്കെ ബില്യൺ കണക്കിന് വർഷം ഉണ്ടെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഈ അബദൻ എന്നതിനോട് കൂട്ടി പറയുമ്പോൾ അങ്ങനെ ഒരു കാഴ്ച അള്ളാഹു നമുക്ക് മുന്നിൽ വെക്കുന്നു. വഅദല്ലാഹി ഹക്ക, ഇത് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ വാഗ്ദാനമാണ്. പിശാചിൻ്റെ വാഗ്ദാനം അത് വഞ്ചനയാണ്, ഗുറൂറാണ്. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ ഏറ്റവും നന്നായി ഈ സത്യം പറയാൻ ആർക്കാണ് കഴിയുക, ആർക്കാണ് സാധിക്കുക? അത് മനുഷ്യന്മാർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിനല്ലാതെ ഇത് പറയാൻ, ഇങ്ങനൊരു വാഗ്ദാനം കൊടുത്താൽ ലംഘിക്കാൻ പാടില്ലല്ലോ. ലംഘിക്കാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം ഏത് വാഗ്ദാനം കൊടുത്താലും നടപ്പാക്കാൻ കഴിവുള്ളവനക്കേ വാഗ്ദാനം കൊടുക്കാൻ പറ്റുള്ളൂ. പിശാചിൻ്റേത് പോലെയല്ല ഈ വാഗ്ദാനം. ഇത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം. കാരണം ആരും ഒന്നും ഉടമപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാവരും ഉടമയാണെന്നൊക്കെ പറയണം ധരിക്കണമൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉടമസ്ഥത എവിടെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് ആ ഉടമസ്ഥന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയാം. ലൈസ ബി അമാനിയിക്കും, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. തുഅമത്തുബ്നു ഉബൈരിക്ക് ഒരു പടയങ്കി മോഷ്ടിച്ച ആ മോഷ്ടിക്കുമ്പോൾ അയാൾ മുസ്ലിമാണെന്ന് ആലോചിക്കണം. അയാൾ മാത്രമല്ല, അയാളുടെ ഗോത്രം മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിൽ, അതായത് ഇപ്പോഴും നമുക്കുണ്ടല്ലോ, നമ്മളെങ്ങനെയെങ്കിലും അങ്ങോട്ട് മുസ്ലിമായ നമ്മളങ്ങോട്ട് സ്വർഗത്തിൽ പോകുന്നു ആ പേരിലുണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിനെ പിൻപറ്റിയാൽ, വയ്യദ്ദീൻ ഷെയ്ഖിനെ പിൻപറ്റിയോ ഇബ്രാഹിം ഷെയ്ഖിനെ പിൻപറ്റിയോ അവർ പിടിച്ചുകൊണ്ടുപോകും, അല്ലെങ്കിൽ തെരീക്കത്തി കൂടിയാൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരുപാട് വ്യാമോഹങ്ങൾ ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കുണ്ട്, അന്നത്തെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഈ അയാൾക്കൊക്കെ പറ്റിയത്. അയാളുടെ ഗോത്രത്തിലും ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അംഗീകരിച്ചാൽ അതൊക്കെ നടക്കും എന്നുള്ളതാണ്. അതൊന്നല്ല. ലൈസ ബി അമാനിയിക്കും, നിങ്ങളുടെ വ്യാമോഹം പോലെ ഒന്നും നടക്കില്ല എന്ന് മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. വല അമാനി അഹ്ലി കിതാബ്, ഇന്നും കുറച്ച് മുമ്പത്തെ മുസ്ലിമീങ്ങളായ അഹ്ലു കിതാബ് അപ്പുറത്തുണ്ട്. അവരുടെ വ്യാമോഹം നടക്കില്ല. അതായത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മക്കളാണ്, യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരയാണ്, ഞങ്ങൾക്കാണ് സ്വർഗം, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആ വാഗ്ദാനങ്ങളൊക്കെയും അതൊക്കെ ഓരോരുത്തരുടെയും അമാനികളാണ്. ഖുർആനി പറയും, സൂറത്ത് കഹ്ഫ് പറയുന്നുണ്ട്, വമാ അദുന്നു സഅത ഖായിമത്തൻ വല ഇർറുദിതു ഇലാ റബ്ബി ലഅജ്ദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അത് അതായത് സമ്പത്തും അധികാരമൊക്കെ കിട്ടിയ ആളുകൾ അവരുടെ ഒരു ധാരണ എന്താ ചോദിച്ചാൽ, ഇവിടെ നമ്മൾ നന്നായത് കൊണ്ടല്ലേ നമുക്ക് അന്നതൊക്കെ തന്നത്, ഇവിടെ നമ്മൾ നന്നാണ്, നമ്മുടെ നടപടികൾ ശരിയാണ് എന്നതിൻ്റെ ലക്ഷണമല്ലേ എനിക്ക് സമ്പത്തും അധികാരവും സൗകര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ അവിടെ പോയാൽ ഇനിയിപ്പോൾ കിട്ടാതിരിക്കാൻ എന്താ കാരണം എന്നാണ്. അങ്ങനെ ഒരു ധാരണ ഉള്ളവരുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ. അതുണ്ട്. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. ഇവിടെ അതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി നൽകപ്പെടുന്നതാണ്. അതിനെ അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത്. ഇവിടെ അധികാരം കിട്ടി, സമ്പത്ത് കിട്ടി, അല്ലെങ്കിൽ സുഖജീവിതം കിട്ടി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം അല്ല. മറ്റൊരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമൻ മഅദൂദ, ഞങ്ങൾ ഇനിയിപ്പോൾ നരകത്തിൽ കടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, നസാറയോ അല്ലെങ്കിൽ യഹൂദിയോ അല്ലാതെ സ്വർഗത്തിൽ കടക്കില്ല. ഇതൊക്കെ അവരുടെ വ്യാമോഹങ്ങളാണ്. ഈ വ്യാമോഹങ്ങളൊന്നും അള്ള കൊടുത്തതല്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഉണ്ടാക്കിയത്. അതൊന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. മൻ യഅമൽ സൂഅൻ, ആര് തിന്മ ചെയ്താലും യുജ്സ ബിഹി, അതിന് പ്രതിഫലം നൽകപ്പെടുക തന്നെ കിട്ടും. അത് മുസ്ലിം പേരിൽ ചെയ്താലും വേണ്ടില്ല, ക്രിസ്ത്യാനിയുടെ പേരിൽ, യഹൂദി, അല്ലെങ്കിൽ ഏത് നിലക്ക് തിന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവൻ മേടിക്കാൻ തയ്യാറായിരിക്കണം. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ, ഇവിടെ കുറ്റകൃത്യങ്ങളും തിന്മയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ധാരാളം ആളുകളുണ്ടാവും. അവർക്ക് വിളിച്ചു പറയാൻ സ്വാധീനമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും അവിടെ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. വലാ നസീറ, ഒരാളും ഒരു സിസ്റ്റവും അവരെ ഏറ്റെടുക്കുകയില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ള ഒരേ ഒരു സംഭവമേ ഉള്ളൂ. ഇനി പറയാണ്, ഇതൊക്കെ ഇനി മനുഷ്യ സമൂഹത്തിൽ തന്നെയും അതിന് ചില സംഭവങ്ങളുണ്ട്. അതായത് സ്ത്രീകൾ വേറൊരു വിഭാഗം, ഈ സൂറത്തുൻ നിസാഇൻ്റെ ഒക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ സ്ത്രീകളുടെ വിഷയമാണ് വളരെ ഊന്നി പറഞ്ഞിട്ടാണ് വന്നത്. കുടുംബം, സ്ത്രീകൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പറയാണ്. വമൻ യഅമൽ സൂഅൻ, ആര് തിന്മ അല്ല അങ്ങനെയല്ലല്ലോ അല്ലേ, വമൻ യഅമൽ മിന സ്വാലിഹാത്തി, ആര് സ്വാലിഹാത്ത് നന്മ ചെയ്താൽ, ഈ വിശ്വാസത്തോടു കൂടിയുള്ള സ്വാലിഹാത്തിനെയാണ് ഈ പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മിൻ ദക്കരിൻ, അത് പുരുഷനാണെങ്കിലും, ഔ ഉൻസ, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിലും, വഹുവ മുഅ്മിനും, അതാണ്
പണിയെടുത്തു എന്നുള്ളത് മാത്രം കൊണ്ടല്ല, അതിന് മുഅ്മിനാകുക എന്നുള്ളത് അടിസ്ഥാനമാണ്. കാരണം അള്ളാഹുവാണ് പ്രധാനം. ഇപ്പം റസൂലിൻ്റെ മാർഗം അത് മുഹമ്മദിൻ്റെ മാർഗം നല്ല മാർഗമാണ്, നല്ല സിസ്റ്റമാണ്. അതിനെ ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അള്ളാഹ് സ്വീകരിക്കില്ല എന്നാണ്. അള്ളാഹുവാണ് ഇവിടെ പ്രധാനം. മുഹമ്മദ് എന്ന് പറയുന്ന സ്വന്തം നിലക്ക് ധാരാളം ആളുകൾ അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് വല്ലാതെ സ്തുതി പറയും. പക്ഷേ മുഹമ്മദുർ റസൂലുള്ള എന്നുള്ളത് അവർ അംഗീകരിക്കില്ല. ഇവിടെ മുഹമ്മദുർ റസൂലുള്ള എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ മാത്രമാണ് റസൂലിനെ ഫോളോ ചെയ്യുമ്പോൾ അത് അമലു സാലിഹാത്താകുക. അല്ലാതെ വെറും മുഹമ്മദ് അത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ മുഹമ്മദിൻ്റെ കണ്ടുപിടുത്തം എന്നുള്ള നിലക്ക് മുഹമ്മദിനെ ഫോളോ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ്. അതുകൊണ്ട് മുഅ്മിനായിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അംഗീകരിക്കുക. അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടെ അള്ളാഹുവിൻ്റെ റിസാലത്തിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്തവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. വ്യക്തി എത്ര നന്നെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഫഉലായിക അക്കൂട്ടർ യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുളമൂന നഖീറ, അവരെ ഒരു തരിമ്പും അള്ളാഹുവിൻ്റെ ക്രമമനുസരിച്ചാണ് അവിടെ കാര്യം. ക്രമരാഹിത്യം എന്ന് പറയുന്നത് ഒരു നക്കീർ, ഫത്തീൽ, കിത്മീർ, ഇതൊക്കെ ഖുർആൻ്റെ പ്രയോഗങ്ങളാണ്. ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈത്തപ്പഴത്തിൻ്റെ കുരുവുമായി ബന്ധപ്പെട്ടത്. അപ്പം നക്കീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ കുരുവിൻ്റെ ആ മധ്യത്തിലൊരു ചാലുണ്ടാവുമല്ലോ, അതാണ് നക്കീർ. ഫത്തീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു നൂല് പോലൊരു സാധനം കാണാം, പിന്നെ അതാണ്. പിന്നെ ആ കുരുവിൻ്റെ മുകളിൽ ടോട്ടൽ ഒരു പാടുണ്ടാവും, അത് കിത്മീറാണ്. ഇതെന്തൊക്കെ എന്താ വെച്ചാൽ അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിചയമുള്ള ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ഏറ്റവും നിസ്സാരമായത് എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ അത് ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ കുരുവായി ബന്ധപ്പെട്ടിട്ട് ഈ 3 വാക്കും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ആ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയിലേക്ക് അങ്ങോട്ട് കൊണ്ട് ചുരുക്കിയിട്ട് നമ്മളുടെ കാഴ്ചയെ അള്ളാഹു സ്ഫുടമാക്കുകയാണ്, ഏറ്റവും ക്ലിയറാക്കുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു വ്യക്തിയിലേക്ക്, അതായത് ആ വ്യക്തി സ്വയം ഒരു പ്രസ്ഥാനമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച്, അതായത് ഒരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും. ഇപ്പം നമുക്കൊക്കെ 10 ആളുണ്ടെങ്കിൽ 10 ഗുണങ്ങളുണ്ടാവും, ഇല്ലേ? ഒറ്റ ആളിൽ എല്ലാം സമ്മേളിക്കുക എന്ന് പറയുന്നത് അതാണ് ഇബ്രാഹിം നബി എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വ്യക്തിയിലേക്ക് കൃത്യമായി അങ്ങ് കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ ദീൻ എന്താണെന്നുള്ളത് ശരിക്ക് നമുക്കങ്ങ് കൃത്യമാക്കി തരിക. ഈ ദീനനുസരിച്ച് നിങ്ങൾ ജീവിച്ചാലല്ലാതെ അതിൻ്റെ അപ്പുറം നിങ്ങൾ ആരുടെ ഇഷ്ടത്തിന് ജീവിച്ചാലും നിങ്ങൾ നരകത്തിലേക്കാണ് എത്തിപ്പെടുക എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇട്ട് തരികയാണ്. അതാ ചോദിക്കണം, വമൻ അഹ്സനു ദീനൻ, ഈ ദീനിനെ, അതായത് ഏതെങ്കിലും ദീനല്ല കേട്ടാ, ഏറ്റവും നല്ല ഈ ദീനിൻ ആരുടേതാണ്, അതാണ് പറയുന്നത്. മിമ്മൻ, ഒരുത്തനേക്കാൾ, അസ്ലമ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമാക്കി, അതായത് സമർപ്പിച്ചു, അതാണ് സമർപ്പണം ഇസ്ലാം. മിമ്മൻ അസ്ലമ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം, പക്ഷേ ഇതിന് വജ്ഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖത്തിന് വേണ്ടി എന്നല്ലല്ലോ നമ്മൾ, അള്ളാഹുവിൻ്റെ പ്രീതി, തൃപ്തി, നമ്മളുടെ തൃപ്തി, ഒരാളുടെ തൃപ്തി അയാൾ സമർപ്പിക്കുക. ആർക്ക്? അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുക. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിഷയം നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ താല്പര്യം ഒന്ന് വേറെയാവും, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗം ഒന്ന് വേറെയാവും. ഇപ്പം നമ്മൾക്ക് മുന്നിലൊരു വിഷയം വന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും നുണ പറഞ്ഞിട്ട് കഴിച്ചിലാവാൻ നോക്കും, കഴിച്ചിലാവാൻ നോക്കും. അത് നമ്മുടെ തൃപ്തിയാണ്. പക്ഷെ അള്ളാഹുവിന് നമ്മൾ ഈ പറയുന്നത് തൃപ്തികരമാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഞാൻ പരിഗണിക്കുക, എൻ്റെ തൃപ്തി ഞാൻ പരിഗണിക്കുകയില്ല. ഇതാണ് അസ്ലമ വജ്ഹഹു ലില്ലാഹ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈനംദിനം വരുന്ന വിഷയമാണ്. ഇത് മകനിറക്കാൻ പറയുമ്പോൾ മാത്രം വരുന്ന വിഷയമൊന്നുമല്ല. നമ്മളുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും ഈ സംഭവങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ഒരു നുണ പറയാം, അതൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമ്മൾ മനസ്സിലുറച്ചാൽ നമുക്കതിന് കഴിയില്ല. അത് മനസ്സിലില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ആ സംഭവം, അള്ളാഹുവിന് തൃപ്തി അള്ളാഹുവിനായിട്ട് സമർപ്പിക്കുക. വഹുവ മുഹ്സിനുൻ, അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെയ്താലൊന്നും പോരാ,
അത് ഏറ്റവും നല്ല ആശയത്തിലും ഏറ്റവും നല്ല അർത്ഥത്തിലും ഏറ്റവും നല്ല ഉൾക്കൊള്ളലിലും നമ്മൾ ചെയ്യണം. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി ഏറ്റവും നല്ല കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒപ്പിക്കുന്നതിനല്ല. അപ്പോൾ അത് നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും വിവാഹമാണെങ്കിലും മറ്റു ഏത് കാര്യമാണെങ്കിലും അത് ഏറ്റവും നന്നായി ചെയ്യണം എന്നാണ്. ഏറ്റവും നന്നായി ചെയ്യണം, ഏറ്റവും നല്ല അർത്ഥത്തോടെ ഏറ്റവും നല്ല ആശയത്തോടെ ഏറ്റവും നന്നായി മനസ്സിലാക്കി പരിപൂർണമായും അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗം ഒന്നിച്ച് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഈ പരിപൂർണമായ സമർപ്പണം ഉണ്ടാകുക. ബുദ്ധി വേറൊരുത്തും ചിന്ത വേറൊരുത്തിലും പ്രവൃത്തി വേറൊരുത്തിലും ആകുമ്പോൾ ഈ സമർപ്പണം നടക്കില്ല. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് വേറൊരു ഭാഗത്താണെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ഇഹ്സാനിലല്ല നമ്മളത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയെങ്കിലും ഒരു ചെയ്യലാണ്. ഇതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നിരന്തര പരിശീലനത്തിലൂടെ മാത്രം ആർജിക്കാൻ പറ്റിയതാണ്. അന്ന് പറഞ്ഞു വെച്ചിട്ട് നാളെ ചെയ്യാൻ പറ്റിയൊന്നുമല്ല. പക്ഷേ ഈ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ പടിപടിയായി നമ്മൾ അതിലേക്ക് എത്തും. അള്ളാഹു പറയുന്ന ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അള്ളാഹ് നമ്മളോട് പറയുകയില്ല. എന്നിട്ട് അതാണ് പറയുന്നത്, വത്തബഅ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മാർഗത്തെ പിന്തുടരുക. അതാണ് എന്താ ഈ മില്ലത്തെ ഇബ്രാഹിം. മില്ലത്തെ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ശരീഅത്ത് ഇബ്രാഹിം അല്ല. മില്ലത്ത് എന്ന് പറയുക മലല എന്ന് പറയുന്ന വാക്ക് ഒരു ചായലാണ്, ഒരു ചായൽ. ഒന്നിലേക്ക് നമ്മളങ്ങ് ഏറ്റവും ചൊവ്വായതിലേക്ക് നമ്മളങ്ങോട്ട് ചാഞ്ഞു വീഴലുണ്ടല്ലോ, അതാണ് മില്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്ന് പറയുന്നത്. അത് ശരിക്കും അത് ഇബ്രാഹീമിൻ്റെ നമ്മൾ ജീവിതം എടുത്തു നോക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മൾ കേൾക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞപ്പോൾ ജിബിരിയിൽ വന്നിട്ട് ചോദിക്കേണ്ടത്ര എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. ജിബിരിയിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ പറയണത് അത് അള്ളാഹു തീരുമാനിച്ചോളുന്നു. അതായത് ഇൻ്റെ ഇഷ്ടമല്ലാന്ന്, ഇക്ക് രക്ഷപ്പെടണം എന്നുള്ളത് അത് വിഷയമല്ലാന്ന്. ഇൻ്റെ ഇഷ്ടത്തിന് ഇക്കൊരു പ്രധാനമില്ല. അള്ളാഹ് രക്ഷപ്പെടുത്തണമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോട്ടെ. മലക്കാണ് വരുന്നത്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയ. ഇബ്ലീസൊന്നല്ല വരുന്നത്. മലക്ക് അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ വരില്ല. പക്ഷേ ഇബ്രാഹീമിനെ പരീക്ഷിക്കാൻ അള്ളാഹു മലക്കിനെ പോലും അയക്കുന്നു എന്നാണ് അത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ മനുഷ്യന് സാധ്യമാണെന്നാണല്ലോ അള്ളാഹ് ഈ പറയുന്നത്. മനുഷ്യന് സാധ്യമല്ലാത്തൊരു കാര്യം നമ്മളോട് മില്ലത്ത് ഇബ്രാഹിമിനെ പിന്തുടരാൻ പറയില്ലല്ലോ. അപ്പോൾ ശരിക്കും നമുക്കൊക്കെ സാധ്യമാകുന്നതാണ് പരിശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ, അവൻ്റെ അനുമതിയുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും സാധ്യമാകുന്ന കാര്യം പല അളവിലായിരിക്കാം, പക്ഷേ അത് സാധ്യമാണ്. അപ്പോൾ അതാണ് വേറൊരു വിഷയത്തിൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആറ്റുനൂറ്റുണ്ടാകുന്ന വാർദ്ധക്യത്തിലുണ്ടാകുന്ന ആ ഒരു കുട്ടിയെയും ഉമ്മയെയും ആ വെള്ളമൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. എൻ്റെ പ്രീതിയൊന്നും അവിടെ ഒരു വിഷയമല്ല. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പല ചരിത്രം, ആ മോനെ അറുക്കാൻ പറഞ്ഞപ്പോൾ മോനോടുള്ള സ്നേഹം നിൻ്റെ വിഷയമല്ല. മോനോട് സ്നേഹം ഇല്ലാണ്ടോന്നല്ല. അതൊക്കെ ഖുർആൻ പറയുമ്പോൾ തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കാൻ പ്രായമായപ്പോൾ, അതും ഒരു നബിയാണ്, അത്രമാത്രം പ്രതീക്ഷകളുണ്ടാവും. ആ മോനെ അങ്ങ് അറുക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് ചെയ്യാണ്. ഇതാണ് നമുക്കൊന്നും അള്ളാഹു അത്ര ഒരു പരീക്ഷണം നമുക്ക് തരില്ല. പക്ഷേ ഈ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഈ വക സംഭവങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തൊള്ളേ തോന്നിയ മാതിരി കാര്യങ്ങൾ വരുമ്പോൾ പിന്നൊക്കെ നമ്മുടെ ഇഷ്ടം. പള്ളി വരുമ്പോൾ നമ്മൾ അതിൻ്റെ പറന്നും ചെറുത്തൊക്കെ നോക്കും, നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ അതാണ് ഈ സൂറത്തുൻ നിസായിൽ ഈ വിഷയങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അത് പെണ്ണുകുട്ടികളുടെ അവകാശമാണെങ്കിലും യതീമിനെ സംരക്ഷിക്കലാണെങ്കിലും വിവാഹം കഴിക്കലാണെങ്കിലും അനന്തര സ്വത്ത് ഭാഗം വെക്കുന്നതിൽ ഇതൊക്കെ ഭൗതിക കാര്യങ്ങളാണ് അല്ലേ? ഇതൊക്കെ ഭൗതിക കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യാൻ പറയുന്നത്, മറ്റതിൽ മാത്രമല്ല. അപ്പോൾ അത് കൃത്യമായിട്ടും നമ്മൾക്ക് ശരിക്കതുകൊണ്ട് മനസ്സിലാക്കണം. ഇതാണ് ദീനുൽ ഇസ്ലാം. ഇത് ഏതെങ്കിലും പല മതങ്ങളിൽ ഒരു മതമല്ല. ഒരു മതമല്ല, നമ്മളുടെ ഇച്ഛകളെ പിൻപറ്റുന്ന പല മതങ്ങളിൽ ഒന്നല്ല. ഇത് കൃത്യമായും അള്ളാഹുവിനെ അനുസരിക്കുന്ന ജീവിതം, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന അതിവിശിഷ്ടമായ അള്ളാഹുവിൻ്റെ മാത്രം മാർഗ്ഗം. ഇതിനെ നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം. നമ്മുടെ ജീവിതം എല്ലാവരും പോലെ ജീവിച്ചാൽ അങ്ങോട്ട് മതി എന്നൊന്നും നമ്മൾ ധരിച്ചാൽ നമുക്ക് ഈ അള്ളാഹ് പറഞ്ഞ ഈ സ്വർഗം കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ വ്യാമോഹത്തിൽ നമ്മളങ്ങനെ മരിച്ചു പോകുന്നല്ലാതെ അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. നമുക്ക് വളരെ കൃത്യമായി അള്ളാഹു നമുക്ക്
ബോധ്യപ്പെടുത്തി തരിക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യക്തിയെ തന്നെ അള്ളാഹ് നമ്മുടെ മുന്നിൽ നിർത്തുക. കാരണം റസൂലിനോട് പോലും പറഞ്ഞത് മില്ലത്തെ ഇബ്രാഹീമിനെ പിൻപറ്റാനാണ്. റസൂലിനോട് അള്ളാഹു പറയുന്നത് ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത്തെ ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അള്ളാഹു സത്യം പറയുന്നു, അതുകൊണ്ട് ഫത്തബിഉ മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ മാർഗത്തെ പിന്തുടരുക. എന്താ ഇബ്രാഹിമിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത? വമാ കാന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായിരുന്നു. നമ്മൾ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വിഗ്രഹാരാധനയെ കുറിച്ചല്ല ഈ പറയണത്. അള്ളാഹുവിൻ്റെ മാർഗത്തെ, റസൂല് കാണിച്ചു തന്ന മാതൃകയെ വിഷയങ്ങളിൽ നമ്മൾ വിധികർത്താവാക്കുന്നില്ലെങ്കിൽ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ അതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വിഗ്രഹത്തിനൊന്നും ആരാധിക്കണില്ലല്ലോ, നമ്മളതിനെ തൊടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മുശ്രിക്കല്ല എന്ന് പറയരുത്. കാരണം അള്ളാഹുവിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് പിശാച് അങ്ങനെ ആയത്. പണി അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ള പണി ആദമും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദം അള്ളാഹുവിലേക്ക് തിരിച്ചു പോയി, പിശാച് ആ നിലപാടിൽ അങ്ങനെ നിന്നു. ഇതാ വ്യത്യാസം. അപ്പം നമ്മുടെ മുന്നിലും അള്ളാഹ് തെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മാർഗം അള്ളാഹു തുറന്നിട്ടിരിക്കുന്നു, അത് തൗബയാണ്. അത് തൗബയാണ്. അതിനെന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധം പറ്റുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ അതേ അങ്ങനെ തന്നെ എണിച്ചെങ്കിൽ പിന്നെ തൗബയുടെ വിഷയം എവിടെ വരുന്നു? അങ്ങനെ ഒരു ചിന്ത തന്നെ നമുക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഷിർക്ക് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി മുശ്രിക്കല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുകൂടി മനസ്സിലാക്കണം. കാരണം അള്ളാഹു എന്താണോ അള്ളാഹുവിൻ്റെ തൃപ്തി അതിനനുസരിച്ച് ഇബ്രാഹിം ജീവിച്ചിട്ടുള്ളൂ. ഇബ്രാഹിമിൻ്റെ താല്പര്യത്തിന് ഒരു പരിഗണനയും എവിടെയും കൊടുക്കുകയുണ്ടായിട്ടില്ല. അതന്നെയാണ് നമ്മളോടും അള്ളാഹു പറയുന്നത്. ഈ മാർഗം തന്നെയാണ് എല്ലാവരോടും പിന്തുടരാൻ അള്ളാഹു പറയുന്നത്. കുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബിയുടെ ദീനൻ ഖയ്യിമൻ മില്ലത്ത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അവിടൊക്കെ അള്ളാഹു ഈ മുശ്രിക്കല്ല നമ്മൾ മനസ്സിലാക്കുന്ന മുശ്രിക്ക് അല്ല ഏത് എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. വളരെ ചെറിയ മൈന്യൂട്ടായൊരു പോയിന്റിൽ നമ്മളുടെ ചിന്തയൊക്കെ ആകെ മാറിപ്പോവും. നമ്മൾ മുസ്ലിമാണ്, ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കാണ്, അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. ആ ഒരു കൺസെപ്റ്റിലല്ല. അതൊക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പായ അവസ്ഥയാണ്. പക്ഷേ ഈ ഏത് റസൂലിനെയാലും റസൂലിനെ ഫോളോ ചെയ്യാത്തൊരു മുശ്രിക്കാണ് എന്നാണ് അല്ലാഹ് ഈ പറയുന്നത്, നമ്മളോട് അത് പറയുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സുമ്മ ഔഹൈന ഇലൈക അനിത്തബഅ മില്ലത്ത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇതൊക്കെ ഖുർആനിൽ നിരന്തരം ഇങ്ങനെ ഇബ്രാഹീമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളോട് പറയുന്ന സംഭവമാണ്. നമ്മൾ ഈ മില്ലത്ത് ശരീഅത്ത് ഇത് വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും മില്ലത്ത് തന്നെയാണ് ശരീഅത്ത്. നമ്മളിപ്പോൾ ഈ ഇബ്രാഹീമി ശരീഅത്ത് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അനുവാദമില്ല. മില്ലത്ത് ഇബ്രാഹീമാണ്. അതായത് അള്ളാഹുവിനുള്ള വിശ്വാസവും കാര്യമൊക്കെ അതേപടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ശരീഅത്ത്. അത് മാറും. അത് പ്രവാചകന്മാർ വരുമ്പോൾ റസൂലന്മാർ വരുമ്പോൾ മാറും. കാലത്തിനനുസരിച്ച് പുരോഗമിക്കും. അള്ളാഹ് അതിനനുസരിച്ച് കൊടുക്കും. അത് ശരീഅത്താണ്. ശരീഅത്ത് ഇബ്രാഹീമിൻ്റെ അല്ല, നമ്മുടെ മില്ലത്താണ് ഇബ്രാഹിം. ശരീഅത്ത് ആരുടെയാണ്? മുഹമ്മദുർ റസൂലിൻ്റെ ശരീഅത്താണ്. നമ്മളിപ്പോൾ മൂസാ നബിയുടെ ശരീഅത്ത് അനുസരിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ അനുവാദമില്ല. റസൂലിൻ്റെ ശരീഅത്ത് അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റൂ. അതും അതിൽ പെട്ടതാണ്. ഇത് പണ്ടൊരു റസൂല് ചെയ്തതല്ലേ, നല്ലതല്ലേ, അതും ചെയ്യാന്ന് പറയുന്നത് അത് പറ്റില്ല. അള്ളാഹുവിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്താണോ പറയുന്നത് അത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഈ യുക്തി ഉണ്ടോ ബുദ്ധി ഉണ്ടോ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ആ ചോദ്യങ്ങളില്ല. അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം റസൂല് അത് നമ്മളെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ ചോദ്യം മറുതൊന്നുമില്ല. അതാണോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അതാണ് മില്ലത്തും ഈ ശരീഅത്തും ഒക്കെയുള്ള വ്യത്യാസം. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹീമിനെ അള്ളാഹു ഒരൊറ്റ ഖലീലിൻ്റെ കാര്യം കുറിച്ചിട്ടേ ഖുർആനിൽ പറയുന്നുള്ളൂ. അത് ഇബ്രാഹീമിനെ കുറിച്ചാണ്. ഹദീസിൽ വേറെ ഉണ്ട്, റസൂലും അള്ളാഹുവിൻ്റെ ഖലീലാണെന്നൊക്കെ ഹദീസിലുണ്ട്. എന്നെ അള്ളാഹു ഖലീലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും ഒരു ഖലീലിൻ്റെ ആത്മമിത്രത്തെ ഞാൻ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ എന്നെ അള്ളാഹു ഖലീലാക്കി. ഈ ഖലീൽ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അള്ളാഹ് ഇതിൻ്റെ ഇടയിൽ ഒന്നും പാടില്ല. അള്ളാഹു ഈ വ്യക്തിയും കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല. അതാണ് ഈ ഖലീൽ. ആ ഖലീലിൻ്റെ ചിത്രം ശരിക്ക് അതിൽ നിന്ന് കിട്ടും.
അള്ളാഹുടെ എന്താണോ തൃപ്തി അതിനനുസരിച്ച്. അതിൻ്റെ ഇടയിൽ ഒരാളും കയറുന്ന, ഒരു സ്നേഹം കയറുന്ന പരിപാടിയില്ല. ആ സ്നേഹമുണ്ടോ എന്ന് പരീക്ഷിക്കാനായി മോനെ ഇറക്കുക എന്ന് പറഞ്ഞ്. അതാണ് ഖലീൽ. അത് ഇബ്രാഹിം നബിനെ കുറിച്ചിട്ട് മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഹദീസിൽ റസൂലിനെ കുറിച്ചിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലും അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഇനി അതാ നമ്മൾ പറഞ്ഞ് വലില്ലാഹി, എന്തിനാണ് ഈ അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണത്? എന്തിനാണ് ഇപ്പോൾ ഈ അള്ളാഹുവിനെ എത്ര കെട്ടിമറിഞ്ഞിട്ട് ഈ മനുഷ്യന്മാർ, ഈ സൃഷ്ടികൾ ഇബാദത്ത് ചെയ്യണം? അതിൻ്റെ ആ ചോദ്യമാണ് വലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്. അതിൻ്റെ ഉത്തരം ആകാശഭൂമികളിലുള്ള എന്തും അള്ളാഹുവിൻ്റെ ഇതാണ്. വേറെ ആർക്കും ഇതിൽ ഉടമസ്ഥതയില്ല. അതുകൊണ്ട് തന്നെ വേറെ ആരുടെയും വാക്കുകൾ നമ്മൾ പരിഗണിക്കേണ്ടതേ ഇല്ല. കാരണം അതിനാണ് അള്ളാഹു ഖാലിദീന ഫീഹ അബദ. ആ കിട്ടാനുള്ള സംഭവം ഇപ്പം ഇവിടെ തന്നെ ഒരു 10 30 അല്ലെങ്കിൽ 40 50 ഒക്കെ ഒരു നല്ല ജീവിതം കിട്ടുക എന്ന് പറയുന്നതിനെ അതിനാണല്ലോ ഈ മനുഷ്യന്മാർ കിടന്ന് കെട്ടിമറിയണേ. ഇത് അനന്തകാലം എന്ന് പറഞ്ഞാൽ അതൊരു അറ്റമില്ലാത്ത കാലത്തോളം ഈ ഒരു ചെറിയ പണിക്ക് വേണ്ടിയിട്ട് അള്ളാഹു നൽകുകയാണ്. അള്ളാഹുവിനത് കഴിയും എന്നുള്ളത് ഈ ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിനത് കഴിയും, അള്ളാഹുവിനെ അതിന് കഴിയുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ബുദ്ധിയും യുക്തിയുമൊക്കെ. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത. ഈ ഭൂമിയിലുള്ള എന്ത് കാര്യവും, അത് അധികാരമായാലും സമ്പത്തായാലും വെറുപ്പായാലും സ്നേഹമായാലും കുതന്ത്രമാണെങ്കിലും തന്ത്രമാണെങ്കിലും അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്ന ഒരു പരിപാടി അതിന് സാധ്യമല്ല. ഇതും കൂടി ഇതൊക്കെ നമ്മൾ വ്യക്തമായും വിശദമായും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്കിപ്പോൾ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ പറയും, ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും പ്രാക്ടിക്കൽ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അല്ലാത്ത പലരെയും അതിൽ നമ്മൾ കൊണ്ടു നടക്കും. പരലോകത്ത് ഈ പറയുന്നതൊക്കെ ശരിയാവും, പക്ഷെ ഭൂമിയിൽ കാര്യം അങ്ങനെ ഒന്നല്ല. ഭൂമിയിൽ പലർക്കും ഇതിൻ്റെ മുകളിലൊക്കെ സ്വാധീനമുണ്ട് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുക. ഇനി നമ്മൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് കടന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മഴ പെയ്യണയിൽ ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ? നമ്മളിപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരു മിന്നെറിയുമ്പോൾ നമ്മുടെ ആ മനസ്സിലുണ്ടായിരുന്ന ആനന്ദം എന്തായിരുന്നു? ഒരു മഴ ഇപ്പോൾ പെയ്യുന്നറിയും ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്രയും നമ്മൾക്ക് അതൊക്കെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ ഇവിടെ എടുത്താലും ആരും ഒന്നും കൈപ്പിടിയിൽ ഒതുക്കുന്നില്ല എന്നുള്ളതാണ്. ഒക്കെ പറയും, അമാനിക്ക് നേരത്തെ പറഞ്ഞ പോലെ അഭിലാഷങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒന്നും ഇവിടെ ആരും ഉടമപ്പെടുത്തില്ല. ഇപ്പോൾ വലിയ സംവിധാനമൊക്കെ ഉണ്ടായി. ജൂൺ 4-ാം തീയതിക്ക് ശേഷം എന്താവും എന്നുള്ളത് ആർക്കും നിശ്ചയില്ല. എത്രയോ ആയിരക്കണക്കിന് കോടിയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പഠനങ്ങളും അതിൻ്റെ ഇൻ്റലിജൻസും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. ഒന്നും ആരുടെയും കയ്യിലില്ല. ചെറിയ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴുള്ളത് ആ അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ആരാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ആർക്കും പറ്റുന്നില്ല. എവിടെ കിടന്നിട്ട് ഒരു ചെക്കൻ ദ്രൂറാട്ടി അല്ലേ, അവൻ പോലും ഈ മനുഷ്യരിൽ എത്രമാത്രം സ്വാധീനമാണ് ഇത് അവൻ്റെ കഴിവാണോ? അവൻ ആസൂത്രണം ചെയ്താണോ? ഇല്ല. അതങ്ങണ്ട് ആയപ്പോൾ അവനും തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത് എല്ലാവരുടെയും സംഭവം തന്നെയാണ്. ഇതാണ് മുഹീത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ. അള്ളാഹു സർവം വലയം ചെയ്താൽ നിൽക്കുന്നത്. അത് ആരെക്കൊണ്ട് എന്ത് പ്രവർത്തിപ്പിക്കണമെന്ന് അള്ളാഹ് തീരുമാനിക്കും. അള്ളാഹുടെ കയ്യിലെ ആ വലയത്തിലാണ് നമ്മുടെ തന്ത്രങ്ങളടക്കം ആ വലയത്തിനകത്താണ് കിടക്കുന്നത്. നമ്മൾ നമ്മുടേന്നൊക്കെ തെറ്റിദ്ധരിച്ച് ചെയ്യും എന്നുള്ളത് ശരിയാണ്. ഇനി ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു അതിൻ്റെ കണ്ടൻറ്റിലേക്ക് പിന്നെയും വരിക. നേരത്തെ തുടങ്ങിയത് നിസാഇനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യസ്തഫ്തൂനക്ക, അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു ഫിന്നിസാ, ഈ സ്ത്രീകളുടെ വിഷയത്തിൽ. കാരണം എന്താ ചോദിച്ചാൽ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അന്ന് അനന്തരാവകാശമില്ല, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരവകാശമില്ല, മഹറില്ല, വിവാഹത്തിന് പരിധികളില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ആ ജീവിതത്തെ മുഴുവൻ ഇങ്ങോട്ട് മാറ്റി ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കൊടുന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ സംഭവത്തിൽ എന്താ വെച്ചാൽ ധാരാളം വിഷയത്തിൽ എപ്പോഴും അവർക്ക് സംശയമുണ്ടാവും. ഇതെങ്ങനെ ചെയ്യാമെന്ന്. കാരണം അതാകെ പറിച്ചു നടുക അല്ലേ. അപ്പോൾ അവർ റസൂലിനോട് ഫത്വ ചോദിക്കുക. ഈ ഫത്വ എന്ന് പറയുമ്പോൾ ഖുർആനിൽ 2 വിധത്തിൽ ഈ ചോദിക്കുന്നതിനെ കുറിച്ച് പറയും. യസ് അലൂനക്ക അനിൽ അൻഫാൽ എന്ന് പറയില്ലേ.
അതൊരു ചോദ്യമാണ്. വയസ്തഫ്തൂനക്ക എന്ന് പറയുന്നതും ഒരു ചോദ്യമാണ്. പക്ഷേ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പോൾ വയസ് അലൂനക്ക എന്ന് പറയുമ്പോൾ വയസ് അലൂനക്ക അനിസാഅത്തി അയ്യാന മുർസാഹ, അവർ നിന്നോട് ചോദിക്കുന്നു ആ സാഅത്ത് എപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുക എന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് ഈ മുർസാഹ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പരിഹസിച്ച് ചോദിക്കുന്നതിനൊക്കെ യസ് അലൂനക്ക ചോദിക്കാം. സഅല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. അവിടെ പരിഹസിച്ചിട്ടാണ് ചോദിക്കുന്നത് എപ്പോഴാണ് അങ്ങോട്ട് കെട്ടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഭാഷയിൽ. എന്നാൽ ഈ ഫത്വ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫത്വ എന്ന് പറയുമ്പോൾ നമ്മൾ മതവിധി എന്നാണല്ലോ പറയാം അല്ലേ. ഗൗരവപ്പെട്ട ഒരു വിഷയത്തിൽ അതിനെ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ വിധി എന്തെന്ന് അറിയാൻ വേണ്ടിയും പ്രയോഗിക്കാൻ വേണ്ടിയും ചോദിക്കുന്നതിനാണ് ഫത്വ എന്ന് പറയാം. അപ്പോൾ അത് വ്യത്യാസമുണ്ട്, വെറും ചോദ്യങ്ങളല്ല. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആരോടാ? റസൂലിനോടാണ് ഫത്വ ചോദിക്കുന്നത്. മറുപടി ആരോടാ? ആർക്കാ കൊടുക്കണത്? കുലില്ല, അള്ളയെ കൊടുക്കണത്. കുലില്ലാഹു, അള്ളയാണ് ഫത്വ കൊടുക്കുന്നത്, ചോദിക്കുന്നത് റസൂലിനോടാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ അന്നത്തെ ആ ചോദ്യം നമുക്കും ബാധകമാണ് എന്നാണ്. അത് വാക്കുകളുടെ പോയിന്റുകൾ നോക്കണം നമ്മൾ. ഇതാണ് ഈ അതിമഹത്തായ സാഹിത്യം എന്നൊക്കെ പറയുന്നത്. അതിഗംഭീരമായ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് എവിടെ നിന്നിട്ട് ഒരു വാക്കിലേക്ക് നോക്കിയാലും അതിൻ്റെ ആ ക്ലീൻ ഇമേജ് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളോട് അന്ന് റസൂലിനോട്, ഇന്നിപ്പോൾ നമ്മൾ റസൂലിനോട് ചോദിക്കണ്ട, ഇന്ന് നമ്മൾ റസൂലിനോട് ചോദിക്കില്ല. നമുക്കിന്നും വിഷയങ്ങളുണ്ടല്ലോ, വിഷയങ്ങൾ നമ്മുടെ മുന്നിലും വരുന്നുണ്ടല്ലോ, സാധാരണക്കാരൻ്റെ മുന്നിൽ. അപ്പോൾ ഇന്ന് നമ്മൾ റസൂലിനോടല്ല ചോദിക്കുന്നത്. പക്ഷെ അന്നത്തെ വിധിയുണ്ടല്ലോ, ആ വിധി അള്ളാഹുവിൻ്റെ വിധിയാണ്, അത് കാലികമല്ല. അത് ഏതെങ്കിലും കാലത്തേക്ക് മാത്രമല്ല, അത് എന്നേക്കുമുള്ളതാണ്. അതാണ് കുലില്ലാഹു യുഫ്തീക്കും, അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു ഫീഹിന്ന, ആ സ്ത്രീകളുടെ കാര്യത്തിൽ. ഇത് പറയാം. ഇത് മാത്രമല്ല, ഈ നൽകുന്നത് മാത്രമല്ല, വമാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് മുൻപിൽ കിതാബ്, ഈ കിതാബിൽ ഇതിൻ്റെ തുടക്കം മുതലും അല്ലാത്തതിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അതും, ഫി യത്താമൻ നിസാഇ, നിസാഇൻ്റെ അനാഥകളായ നിസാഇൻ്റെ വിഷയത്തിൽ. അതായത് ഇതിൻ്റെ ഒരു സാഹചര്യം പറയുന്നത്, ആ കാലത്ത് എന്താ വെച്ചാൽ ഈ ഒരു കുടുംബത്തിലെ നായകൻ മരിക്കുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ അതൊക്കെ സാധാരണമായിട്ടുള്ള സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷണം വേറെ ആരെങ്കിലും ഏറ്റെടുക്കും. ആ ഏറ്റെടുത്ത ആളെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, അതിൽ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ. ഈ പെൺകുട്ടികൾ സുന്ദരിയും അവർക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരൻ അങ്ങ് കല്യാണം കഴിക്കും. ആര്? ഈ സംരക്ഷണം ഏറ്റെടുത്ത ആൾ. അതല്ല, അവർ സുന്ദരിയൊന്നുമല്ല, കല്യാണം കഴിക്കാനൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല, സമ്പത്ത് ഉണ്ട് താനും. അപ്പോൾ എന്താ ചോദിച്ചാൽ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കില്ല, ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കില്ല. കൊടുത്താലെന്താണെന്ന് ചോദിച്ചാൽ ആ ഭർത്താവിനും പിന്നെ അതിലുണ്ടാകുന്ന മക്കൾക്കൊക്കെ ഈ സമ്പത്തിൽ എൻ്റെ അവകാശമായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാണ്. അതാണ് പറയുന്നത്, ലാ തൂനഹുന്ന മാ കുത്തിബലഹുന്ന, നിങ്ങൾ അവർക്ക്, അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയത്, അത് മഹറാവാം അല്ലെങ്കിൽ അനന്തരാവകാശമാവാം, ഏതും ആവാം, അത് കൊടുത്തിട്ടുമില്ല. എന്നാൽ വ തെറുകപൂന, നിങ്ങൾ ആഗ്രഹിക്കുന്നു അൻ തൻകിഹുന്ന, നിങ്ങൾ അവരെ വിവാഹം ചെയ്യിക്കാൻ. അപ്പോൾ വിവാഹം ചെയ്യുമ്പോൾ എൻ്റെ സംരക്ഷണയിൽ ഞാൻ അങ്ങോട്ട് എടുക്കലാണ്, അവർക്ക് മഹറായിട്ടോ ഒന്നും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെയൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊക്കെ ഈ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചോദിക്കുക, അദ്ദേഹം ഈ ആളെ അവരുടെ അവസ്ഥയൊക്കെ ശരിക്ക് മനസ്സിലാക്കും. എന്നിട്ട് പറയും, എന്നിട്ട് ആ പെണ്ണ് സുന്ദരിയും അവർക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ആളോട് പറയും അതിനെ പുറത്തേക്ക് വിവാഹം ചെയ്ത് കൊടുത്തോളാൻ. പുറത്തേക്ക് അവർക്ക് അതാണ് വേണ്ടത്, നിന്നേക്കാൾ നല്ല ഭർത്താവിനെ അവൾ അർഹിക്കുന്നുണ്ട്. അതല്ല, അവർ സൗന്ദര്യമൊന്നുമില്ല, സമ്പത്തൊക്കെ കുറവാണ്, ചെറിയ എന്നെ കല്യാണം കഴിച്ചാളെന്ന്, കാരണം നീ തന്നെയാണ് ഇനി അവരെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവർ ഓരോ വിഷയത്തിലും അവർ ആ സഹാബാക്കൾ ഫോളോ ചെയ്യുക. അതിനനുസരിച്ചായിരുന്നു അവരുടെ നടപടി. ആ യത്തീമിന് എന്താണോ നല്ലത് അതാണല്ലോ നേരത്തെ പറഞ്ഞത്, യത്തീമിൻ്റെ മുതൽ നിങ്ങൾ കൂട്ടി കലർത്തുമ്പോൾ ചെയ്യുമ്പോൾ യത്തീമിന് എന്താണോ നല്ലത് അതാണ് നിങ്ങൾക്ക് പരിപാടി, നിങ്ങൾക്ക് എന്താ നല്ലതെന്നല്ല. അപ്പോൾ അതിനനുസരിച്ചായിരുന്നു ആ സഹാബത്തൊക്കെ വിധി കൊടുക്കുകയും ചെയ്തിരുന്നത്. വൽ മുസ്തദ്അഫീന മിനൽ വിൽദാൻ, ആ മക്കൾ, ദുർബലരായ മക്കളുടെ കാര്യത്തിൽ ഒക്കെ അവർ നിന്നോട് വിധി ചോദിക്കുന്നു. അങ്ങനെ ആ വിധിയാണ് ഈ ഖുർആനിലൂടെയൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റസൂലിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വ അൻ തഖൂമു ലിൽ യതാമ ലിൽ ഖിസ്ത്, ഇവരോട് നീതിപൂർവം. കിസ്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. കിസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി മലയാളത്തിൽ പറയുമ്പോൾ വെറും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നീതിയല്ല. ഓരോ സൃഷ്ടിയും ആ സൃഷ്ടിയുടെ ദൗത്യത്തെ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യണം. അത് പ്രകൃതിയിലടക്കമുള്ള സംഭവങ്ങളാണ്. ഓരോ സൃഷ്ടിയും അതിനൊന്നും ഇടപെട്ടിട്ട്
കുളമാക്കാൻ പറ്റില്ല. അതിനൊക്കെ അതാണ് ക്വിസ്ത് എന്ന് പറഞ്ഞാൽ വലിയ ആശയമുള്ള ഒരു സംഭവം. നമ്മൾ മലയാളത്തിൽ നീതി എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ട ഒന്നല്ല. അപ്പോൾ ഈ രംഗത്തൊക്കെ ആ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിലും യത്തീമിൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ അവർക്ക് എന്താണോ ഏറ്റവും നല്ലത് അതിന് വേണ്ടി നിങ്ങൾ തഖൂമു, നിങ്ങൾ നിലകൊള്ളണം എന്നാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ, ഖൈറിൽ നിന്ന് എന്ത് നിങ്ങൾ പ്രവർത്തിച്ച നന്മ എന്ന് അള്ളാഹു പരിഗണിക്കുന്ന എന്ത്, അത് ചെറുതോ വലുതോ, നിങ്ങൾക്ക് എന്താണോ എല്ലാവർക്കും ഒരേ നിലക്ക് സാധ്യമാവില്ല. ചിലർക്ക് വളരെ ചെറിയ, നമുക്ക് വളരെ ചെറുതാണെന്ന് തോന്നുന്നു നടക്കുള്ളൂ, ചിലർക്ക് വലിയ കാര്യങ്ങൾ നടക്കും. പക്ഷേ അതൊന്നും അള്ളാഹുടെ അടുത്ത് ഈ വലിപ്പ ചെറുപ്പം എന്നൊക്കെ പറയുന്നത് ആ ഒരു വട്ടത്തിലല്ല. ഇപ്പോൾ എനിക്കൊരു ഉറുപ്പ്യ ഒരു സംഭവത്തിന് കൊടുക്കാനുള്ളൂ, എൻ്റെ സാഹചര്യം അതാണെങ്കിൽ അത് ചിലപ്പോൾ 10 കോടി കൊടുക്കാൻ പറ്റുന്ന ആൾ 1 കോടി കൊടുക്കുന്നതിനേക്കാൾ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വലുപ്പം എന്നല്ല, അള്ളാഹുടെ അടുത്ത്, അതായത് അതിൻ്റെ നിയ്യത്ത്, അള്ളാഹുവിൽ നമ്മളുടെ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ക്ലാരിറ്റി, അത് നമ്മൾ ആർക്കാണോ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത്, ആ ഏത് പോയിന്റിലാണോ കൊടുക്കുന്നത്, അതൊക്കെയാണ്. ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണോ, പറയാൻ വേണ്ടിയിട്ടാണോ, ഈ വക സംഭവങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അള്ളാഹു ഒരു കാര്യം ഹൈറാണെന്ന് പരിഗണിക്കുക. ആ ക്വാളിറ്റിയിലുള്ള ഏത് നിങ്ങൾ പ്രവർത്തിച്ചാലും ഇന്നല്ലാഹ കാന ബിഹി അലീമ, അള്ളാഹു വെറും അറിവല്ല, അലീമാണ്. അതിൻ്റെ എല്ലാ പോയിന്റിലും കൃത്യമായി നമുക്കറിയാത്ത എല്ലാ വശങ്ങളും കൂടി അറിഞ്ഞ് അള്ളാഹു അത് പരിഗണിക്കും. അതാണ് അള്ളാഹു. അതിലേക്കാണ് നമ്മളുടെ ജീവിതം നമ്മൾ മാറ്റിക്കൊണ്ടുപോകേണ്ടത്. ഇത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ഒരു പരിശ്രമത്തിൽ കൃത്യമായ നിലപാടുണ്ടാക്കുക, കൃത്യമായ വിശ്വാസം ഉണ്ടാക്കുക, ആദ്യം അതാണ്. എന്നിട്ട് നമ്മുടെ മുന്നിൽ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ പരിഗണിക്കേണ്ടത് എന്താ ചോദിച്ചാൽ, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് ദീന് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് മനുഷ്യന്മാരുടെ കോലത്തിലാണ് വരിക. അപ്പോൾ സഹാബാക്കളൊക്കെ ഉള്ള സദസ്സിലാണ് ഈ ജിബ്രീൽ വരുന്നത്. എന്നിട്ട് മൽ ഇഹ്സാൻ എന്ന് ചോദിക്കുക, എന്താണ് ഇഹ്സാൻ? അപ്പോൾ റസൂല് മറുപടി പറയാണ്, നീ ഒരു കർമ്മം ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ആ ബോധത്തിൽ ചെയ്യണം. അള്ളാഹു നിൻ്റെ ഓരോ കർമ്മങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട്. കാരണം നീ യഥാർത്ഥത്തിൽ കാണുന്നില്ല, പക്ഷെ നിന്നെ അള്ളാഹു കാണുന്നുണ്ടല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ CCTV ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടെങ്കിൽ നമുക്കൊരു ജാഗ്രത അല്ലേ? അത് തന്നെ, അതിനെ നമ്മളങ്ങ് വികസിപ്പിച്ചാൽ മതി. അള്ളാഹ് നമ്മളെ ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ ഈ കാര്യം? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളിപ്പോൾ നമ്മളൊരു ബോസിൻ്റെ കീഴിൽ നമ്മൾ പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെന്താ ചോദിക്കുക, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ അത് ബോസിന് ഇഷ്ടപ്പെടില്ല, അല്ലേ? അത് നമ്മൾ വല്ലാതെ പരിഗണിക്കും. കാരണം എന്ന് വെച്ചാൽ ശിക്ഷ ഉടനെ കിട്ടും. അതുകൊണ്ടാണ് ഈ ശിക്ഷ നമുക്ക് കുറച്ച് പിന്തിച്ചതാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നമായത്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ബോധത്തിലേക്ക്, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് പടിപടിയായി സംസ്കരിക്കാൻ കഴിയും. അതൊരു പ്രാക്ടിക്കൽ സംഭവമാണ്. അതിൻ്റെ ഏറ്റവും നല്ല പരിശീലന കാലമാണ് ശരിക്ക് റമദാൻ. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പോകാൻ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് പുരോഗമിപ്പിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.